ഞാനിന്നൊരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മോട്ടോറിസ്റ്റ് ഡിസോറിയൻറ്റേഷൻ സിൻഡ്രോം, MDS. പലപ്പോഴും ഇത് രോഗികളിൽ നിന്നല്ല, ഡോക്ടർമാർ തന്നെ കുറച്ച് പേരെ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. വളരെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് വളവുകൾ എടുക്കുമ്പം, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു വലിയ ഹൈവേയിൽ, ഇപ്പോൾ വലിയ ബ്രോഡ് ഹൈവേസിലൊക്കെ ഓടിക്കുമ്പം നമുക്ക് വണ്ടി പാളുന്നത് പോലെ തോന്നാം. അപ്പം നമ്മൾ ചിലപ്പം ആൾക്കാർ വണ്ടി കൊണ്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് പോകും. നമ്മുടെ പ്രശ്നമല്ല, വണ്ടിയുടെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ രോഗികൾ ചിലർ ബോട്ട് ഓടിക്കുന്ന ബോട്ട് ഡ്രൈവേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ബോട്ട് മറിയുന്ന പോലെ തോന്നുക. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ വണ്ടി പാളുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരിക. അപ്പോൾ ഇത് കൂടി വന്നിട്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട്, ഇത് സാധാരണഗതിയിൽ ഡ്രൈവർമാരിലാണ് കാണുന്നത്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ വീതി കൂടിയ വഴികൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ 6 lanes 8 lanes അങ്ങനെയൊക്കെ ട്രാഫിക് പോകുന്ന വഴികൾ, ചുറ്റും നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷ്വൽ ക്യൂസ് എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പം നമ്മുടെ വഴികളിലൊക്കെ പോകുന്ന വെച്ചാൽ വളരെ നാരോ ആയിട്ടുള്ള വഴികളാണ്. അപ്പുറത്തിപ്പുറത്ത് മരങ്ങളും അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത വഴികളിൽ ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പം, സ്പീഡിൽ പോകുമ്പം, വളവ് തിരിയുമ്പം ഇതൊക്കെ സമയത്ത് വണ്ടി പാളുന്ന പോലത്തെ ഒരു അനുഭവം. ഇതിനാണ് ഈ മോട്ടോറിസ്റ്റ് ഡിസോറിയൻറ്റേഷൻ സിൻഡ്രോമിൻ്റെ ഒരു ഭാഗമാണത്. ഇതൊരു കാർ മാത്രമാവണമെന്നില്ല, ബോട്ടാവാം, വലിയ ട്രക്ക് ഓടിക്കുന്നതാവാം. സാധാരണഗതിയിൽ ഡ്രൈവർമാരിലാണ് നമ്മളിത് കാണുന്നത്. അപ്പം ഇങ്ങനൊരു അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും പലർക്കും അറിയില്ല. അപ്പോൾ പലപ്പോഴും നമ്മളത് അതുകൊണ്ട് ചിലപ്പോൾ പാനിക്കാവും പെട്ടെന്ന്. അയ്യോ, വണ്ടി പാളുന്നു, അപ്പോൾ വണ്ടി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവരുണ്ട്. ഇത് അവരുടെ ഒരു ജീവിതമാർഗ്ഗമാണ്. വണ്ടി ഓടിക്കുന്നവരാണ് കൂടുതലും ഈ അസുഖമായിട്ട് വരുന്നത്. അപ്പം ഇതിന് ചികിത്സയുണ്ട്. ഇതിനപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ഈ ഒരു അസുഖത്തിനെക്കുറിച്ച് ഒരു ചികിത്സാ രീതികളുണ്ട്, നമുക്ക് മരുന്നുകളുണ്ട്, ഇതിനുള്ള എക്സസൈസസ് നമ്മൾ പറയുന്നത് വിഷ്വൽ അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ മോളിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ സിമുലേറ്ററി ഇതിനകത്തൊക്കെ കയറിയിരുന്ന് ബൈക്ക് ഓടിക്കുകയും വീഡിയോ ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെ വീഡിയോസ് നമുക്ക് യൂട്യൂബ്സിൽ അവൈലബിൾ ആണ്. അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സസൈസുകൾ, പിന്നെ മരുന്നുകൾ ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്. ഒത്തിരി ആൻസൈറ്റിയും പാനിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ, പിന്നെ മൈഗ്രെയിൻ ഉള്ള വ്യക്തികളിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായ ചികിത്സയുള്ള ഒരു രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് വണ്ടിയുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പ്രധാനം.